സോ നമ്മൾ ഡിഫ്രാക്ഷൻ എന്താണെന്ന് പറഞ്ഞു, സെക്കൻഡറി മിനിമത്തിൻ്റെ കണ്ടീഷൻസ് പറഞ്ഞു, ജനറൽ കണ്ടീഷൻ പറഞ്ഞു. ഇനി മാക്സിമം എങ്ങനെയാണ് കിട്ടുന്നതെന്ന് നോക്കാം. സെക്കൻഡറി മാക്സിമം നമ്മൾ സെക്കൻഡറി മിനിമത്തിനെടുത്ത കണ്ടീഷൻ പാത്ത് ഡിഫറൻസ് ഈസ് ഈക്വൽ ടു എൻ ലാംഡ എന്നായിരുന്നു. അപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞു നമുക്കറിയാവുന്ന നെക്സ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് പാത്ത് ഡിഫറൻസ് ഈസ് ഈക്വൽ ടു എൻ പ്ലസ് ഹാഫ് ലാംഡയാണ്. എൻ പ്ലസ് ഹാഫ് ലാംഡ ആ ഒരു കേസാണ് നമ്മൾ സെക്കൻഡറി മാക്സിമത്തിന് വേണ്ടി എടുക്കുന്നത്. ടേക്ക് പാത്ത് ഡിഫറൻസ് ഈസ് ഈക്വൽ ടു എൻ പ്ലസ് ഹാഫ് ലാംഡ. എൻ പ്ലസ് ഹാഫ് ലാംഡയാണ് നമ്മൾ സപ്പോസ് ചെയ്യണം. സപ്പോസ് പാത്ത് ഡിഫറൻസ് ഈസ് ഈക്വൽ ടു എൻ പ്ലസ് ഹാഫ് ലാംഡ. എൻ പ്ലസ് ഹാഫ് ലാംഡ എന്നുള്ള കണ്ടീഷൻ എടുത്തു. ഇനി അതിൽ ഫസ്റ്റ് കണ്ടീഷൻ എടുക്കുവാണ് എന്നിന് 1 കൊടുത്തു. 0 അല്ല 1 ആണ് കൊടുക്കുന്നത്. അതായത് പാത്ത് ഡിഫറൻസ് ഈസ് ഈക്വൽ ടു 3/2 ലാംഡ. 3/2 ലാംഡ പാത്ത് ഡിഫറൻസിൻ്റെ വാല്യൂ 3/2 ലാംഡയാണ്. നമുക്കറിയാം പാത്ത് ഡിഫറൻസ് എന്ന് പറയുന്നത് എ തീറ്റയാണ്. ഈസ് ഈക്വൽ ടു 3/2 ലാംഡ. അങ്ങനെയാണെങ്കിൽ തീറ്റ എന്ന് പറയുന്നത് നമുക്ക് എന്താണെന്ന് കിട്ടും? തീറ്റ ഈസ് ഈക്വൽ ടു 3 ലാംഡ ഡിവൈഡഡ് ബൈ 2a ആണെന്ന് കിട്ടും. ദിസ് ഈസ് ദ വാല്യൂ ഓഫ് തീറ്റ. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇനി നമുക്ക് ഡിറൈവ് ചെയ്യാനൊന്നുമില്ല. പഴയ പോലെ തന്നെ നമ്മൾ നമ്മുടെ സ്ലിറ്റിൻ്റെ കേസിലേക്ക് പോകാം. സ്ലിറ്റ് മുമ്പേ നമ്മൾ സ്ലിറ്റിനെ ഡിവൈഡ് ചെയ്ത് നോക്കി. അതുപോലെ തന്നെ ഈ കേസിൽ സ്ലിറ്റിനെ ഞാൻ 3 ഡിവൈഡ് ചെയ്യണം. 3 ഈക്വൽ പാർട്ട്. ഓരോന്നിൻ്റെയും വിഡ്ത്ത് അപ്പോൾ എത്രയായിരിക്കും? a/3. a/3 ഈച്ചായിരിക്കും ഓരോന്നിൻ്റെയും വിഡ്ത്ത്. ഓരോന്നും ഓഫ് വിഡ്ത്ത് a/3. ഇതൊരു a/3, സെക്കൻഡ് വൺ ഒരു a/3, ഇതൊരു a/3. ഇനി നമുക്കിവിടെ എന്തുണ്ട്? ഒരു സ്ക്രീനുണ്ട്, പോയിൻ്റ് P ഉണ്ട്. ഇനി നമ്മൾ കൺസിഡർ ചെയ്യാൻ പോവാണ്. ഫസ്റ്റ് a/3യിലെ ആദ്യത്തെ പോയിന്റിൽ നിന്നൊരു വേവ് വന്നു, രണ്ടാമത്തെ a/3യിൽ നിന്നും ഒരു വേവ് വന്നു. അത് രണ്ടും കൂടെ അവിടെ മീറ്റ് ചെയ്തു. അപ്പം അത് തമ്മിലുള്ള ആ രണ്ട് വേവിൻ്റെ സോഴ്സുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? a/3 ആണ്. a/3 ഇൻറ്റു വാട്ട് ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ ദം? ആംഗിൾ നമ്മൾ പറഞ്ഞു 3 ലാംഡ ഡിവൈഡ് ബൈ 2a ആണ്. അത് രണ്ടും കട്ട് ചെയ്ത് 3 പോയി, ഇത് പോയി. ആൻസർ വി ഗെറ്റ് ആസ് λ/2. നേരത്തെ കണ്ട അതേപോലെ. എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഫസ്റ്റ് 1/3 പാർട്ടും സെക്കൻഡ് 1/3 പാർട്ടും കൂടെ ഉള്ള ഓരോ പോയിൻറ്റ്സിലെയും കോൺട്രിബ്യൂഷൻ എന്ത് ചെയ്തു പോവും? ക്യാൻസൽ ചെയ്തു പോകും. പി എന്ന് പറയുന്ന പോയിന്റിൽ ഫസ്റ്റ് 1/3 പാർട്ടും സെക്കൻഡ് 1/3 പാർട്ടും കൂടെയുള്ള കോമ്പിനേഷൻ മുഴുവൻ ക്യാൻസൽ ഔട്ട് ചെയ്തു പോകും. പിന്നെ എത്രയേ ഉള്ളൂ? നമ്മുടെ സ്ലിറ്റിൻ്റെ ഒരു 1/3 പാർട്ട് മാത്രം ഉള്ളൂ പിയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാനുള്ളൂ. അത് ക്യാൻസൽ ചെയ്യുമെന്ന് നമുക്ക് എവിടെയും സോൾവ് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് പറയുന്നു? ഈ 1/3 പാർട്ടിൽ നിന്നുള്ള വേവുകൾ ഇവിടെ ഒരു കോൺട്രിബ്യൂഷൻ കൊടുക്കും. അവിടെ നമുക്കൊരു മാക്സിമം കിട്ടും. മാക്സിമം കിട്ടുമെന്ന് മാത്രമേ ഉള്ളൂ. ബട്ട് ആക്ച്വലി കിട്ടുന്ന സെൻട്രൽ മാക്സിമത്തിൻ്റെ 1/3 അത് ഉണ്ടാവുള്ളൂ. അതാണ് സെക്കൻഡറി മാക്സിമത്തിൻ്റെ ഫസ്റ്റ് കണ്ടീഷൻ. നമ്മൾ n ഈസ് ഈക്വൽ ടു 1 എന്നുള്ള കേസ്. ഇനി എങ്ങനെയായിരിക്കും n ഈസ് ഈക്വൽ ടു 2 എന്ന് പറയുന്ന കേസ് എടുത്താലോ? n ഈസ് ഈക്വൽ ടു 2 എന്നെടുത്താൽ പാത്ത് ഡിഫറൻസ് a തീറ്റ ഈസ് ഈക്വൽ ടു 5/2 ലാംഡ എന്ന് കിട്ടും. അതായത് തീറ്റ ഈസ് ഈക്വൽ ടു 5 λ/2a. ഇത് എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മുടെ സ്ലിറ്റിനെ നമ്മൾ 5 ഡിവൈഡ് ചെയ്യണം. 1 2 3 4 5 5 ഡിവൈഡ് ചെയ്തു. ഓരോന്നിൻ്റെ വിഡ്ത്ത് എത്രയാണ്? a/5 ആണ്. ഇനി മുമ്പേ പറഞ്ഞ പോലെ തന്നെ പോയിന്റിലേക്ക് ഒരു കോൺട്രിബ്യൂഷൻ നോക്കുക. ഫസ്റ്റ് ഇത് രണ്ടും കൂടെ ഉള്ള കോൺട്രിബ്യൂഷൻ ഫുള്ള് ക്യാൻസൽ ചെയ്തു പോകും. 3ഉം 4ഉം കൂടെയുള്ള കോൺട്രിബ്യൂഷൻ ഫുള്ള് ക്യാൻസൽ ചെയ്തു പോകും. പിന്നെ ആരുടെ കോൺട്രിബ്യൂഷനേ ഉള്ളൂ? ഈ ലാസ്റ്റ് 1/5 കോൺട്രിബ്യൂഷനേ ഉള്ളൂ. സോ n ഈസ് ഈക്വൽ ടു 2 ആകുമ്പോൾ പി എന്ന് പറയുന്ന പോയിന്റിൽ എന്ത് മാത്രമേ കിട്ടുകയുള്ളൂ? സെൻട്രൽ മാക്സിമത്തിൻ്റെ 1/5. അടുത്ത കേസ് എടുത്താലോ? സെൻട്രൽ മാക്സിമത്തിൻ്റെ 1/7. അടുത്തെടുത്താലോ? 1/9. സോ ഇതാണ് സെൻട്രൽ മാക്സിമത്തിൻ്റെ കണ്ടീഷൻ. സെൻട്രൽ മാക്സിമം അല്ല, മിനിമം പൊസിഷൻസ്. എവിടെയൊക്കെയാണ് മിനിമം പൊസിഷൻ കിട്ടുന്നത്? λ/2 3 λ/2
5 λ/2, 7 λ/2 ഇവിടെയെല്ലാം എന്താണ് മിനിമം കണ്ടീഷൻസ് ആണ് കിട്ടുന്നത്. ആൻഡ് ഓൾസോ അതിൻ്റെ ഇൻറ്റൻസിറ്റി എങ്ങനെ വരും? കുറഞ്ഞ് ഇൻറ്റൻസിറ്റി വരികയും ചെയ്യും. ഇനി അത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഫസ്റ്റ് വൺ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തേക്കുവാണ്. 3 λ/2 എക്സ്പ്ലെയിൻ ചെയ്തേക്കുവാണ്. ഇതാണ് 3 λ/2. നമ്മുടെ ഫസ്റ്റ് പാത്ത് ഡിഫറൻസ് എന്താണെന്നെടുത്തു? 3 λ/2 ആണെന്നെടുത്തു. ആദ്യത്തെ രണ്ട് പാർട്ട് കൊണ്ടുള്ള കോൺട്രിബ്യൂഷൻ ഈ A/3യും ഈ സെക്കൻഡ് A/3യുടെയും കോൺട്രിബ്യൂഷൻ P എന്ന് പറയുന്ന പോയിന്റിൽ 0 ആയിരിക്കും. പിന്നെ ആരുടെ കോൺട്രിബ്യൂഷനേ ഉള്ളൂ? ലാസ്റ്റ് 1/3 പാർട്ടിൻ്റെ കോൺട്രിബ്യൂഷൻ മാത്രമേ ഉള്ളൂ. അടുത്തെടുത്താലോ n=2 എടുത്താൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ 5 ആയിട്ട് ഡിവൈഡ് ചെയ്യണം. ആ ലാസ്റ്റ് 1/5 പാർട്ട് മാത്രം കോൺട്രിബ്യൂട്ട് ചെയ്യും. സോ നെക്സ്റ്റ് കേസ് 2 പോലെയാണെങ്കിൽ 5 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുക. പാത്ത് ഡിഫറൻസ് 5/2 λ ആയിരിക്കും A∠2. ജനറലി പറയുവാണെങ്കിൽ 2n+1 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യണം. എന്തിന്? എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട്. ആൻഡ് ഓൾസോ നമ്മുടെ അവിടെ കിട്ടുന്ന ഇൻറ്റൻസിറ്റി സെൻട്രൽ മാക്സിമം 100% ആണെങ്കിൽ ഫസ്റ്റ് സെക്കൻഡറി മാക്സിമത്തിൽ അതിൻ്റെ 1/3 ഉണ്ടാവുള്ളൂ. സെക്കൻഡറി മാക്സിമത്തിൽ അതിൻ്റെ 1/5 ഉണ്ടാവുള്ളൂ. തേർഡ് സെക്കൻഡറി മാക്സിമത്തിൽ അതിൻ്റെ 1/7 ഉണ്ടാവുള്ളൂ. സോ ആ ഒരു റേഷ്യോയിൽ കുറഞ്ഞു പോകും. ഇതാണ് ഇൻറ്റൻസിറ്റി പ്രൊഫൈല്. സെൻറ്ററിൽ നല്ല മാക്സിമം, ദെൻ ഫസ്റ്റ് മാക്സിമം, സെക്കൻഡ് മാക്സിമം, ഓരോന്നിനും ഇൻറ്റൻസിറ്റി കുറഞ്ഞു വരുന്നു. ഇനി സെൻട്രൽ മാക്സിമം നമുക്കറിയാം θ=0 ആവുന്ന പൊസിഷനാണ് സെൻട്രൽ മാക്സിമം. അവിടുത്തെ വിഡ്ത്ത് എത്രയാണെന്നറിയാനായിട്ട് സെൻട്രൽ മാക്സിമത്തിൻ്റെ വിഡ്ത്ത് നമുക്കറിയാം. ഇത് തീറ്റയാണ്. എക്സ് എന്ന് പറയുന്ന പോയിന്റ് എടുത്തെന്ന് വെച്ചു. എക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഒരു ടാൻ തീറ്റ എടുത്താൽ മതി. x/d ആണെന്ന് കിട്ടും. ടാൻ തീറ്റ എടുത്താൽ ഇവിടുന്ന് ടാൻ തീറ്റ എടുക്കുക. ടാൻ തീറ്റ x/d. നമുക്ക് ഫോർ സ്മോൾ ആംഗിൾസ് ടാൻ തീറ്റയെ തീറ്റയോട് അപ്രോക്സിമേറ്റ് ചെയ്യാം. θ=x/d. ഇനി ആംഗുലാർ വിഡ്ത്ത് 2θ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? 2θ എന്ന് പറഞ്ഞാൽ 2 λ/d ആയിരിക്കും. 2θ=2 λ/d. അതാണ് ആംഗുലാർ വിഡ്ത്തിൻ്റെ മാഗ്നിറ്റ്യൂഡ്. ഇനി ലീനിയർ വിഡ്ത്ത് എന്ന് പറയുമ്പം എക്സ് കിട്ടണം. എക്സ് കിട്ടണമെങ്കിൽ എക്സ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സെൻട്രൽ മാക്സിമമാണ്. ഫസ്റ്റ് സെൻട്രൽ മാക്സിമം അല്ല, സെൻട്രൽ മാക്സിമത്തിന് വിട്ട്, അതായത് ഫസ്റ്റ് മിനിമം വരെയുള്ള ദൂരം. അതിനുവേണ്ടി നമുക്ക് എന്ത് ചെയ്യണം? നമുക്കറിയാം Aθ=n λ. ഫസ്റ്റ് കേസ് എടുത്താൽ Aθ=λ ആണ്, അല്ലെങ്കിൽ θ=λ/a. ഇനി ആ സെയിം ഫിഗറിൽ നിന്ന് ടാൻ തീറ്റ എടുത്താൽ എന്ത് കിട്ടും? ടാൻ θ=x/d. ഫോർ സ്മോൾ ആംഗിൾസ് θ=x/d. തീറ്റയ്ക്ക് രണ്ട് ഇക്വേഷൻ കിട്ടിയല്ലോ. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഇക്വേറ്റ് ചെയ്യുക. λ/a=x/d. അതുകൊണ്ട് നമുക്ക് എന്തെന്ന് എഴുതാം? x=λd/a. സോ എന്താണ്? x=λd/a. എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഇതിൽ നിന്ന് സെൻട്രൽ മാക്സിമം എടുത്താൽ ഫസ്റ്റ് സെൻറ്ററിലേക്കുള്ള ദൂരമാണ് എന്താ? എക്സ്. അപ്പം ഈ സെൻറ്റർ മുതൽ ഈ പോയിന്റ് വരെ സെൻട്രൽ മാക്സിമം എന്ന് പറഞ്ഞാൽ രണ്ട് സൈഡിലേക്കുണ്ട്. സോ ലീനിയർ വിഡ്ത്ത് എന്ന് പറയുന്നത് 2x ആണ്. 2x=2 λd/a. 2 λ അതാണ് ജസ്റ്റ് കാണിച്ചിട്ടുണ്ട്. 2 λd/a ആണ് ലീനിയർ വിഡ്ത്ത്. ആംഗുലാർ വിഡ്ത്ത് എന്ന് പറയുന്നത് 2 λ/a. ഈ രണ്ട് ടേംസും ഇമ്പോർട്ടൻ്റ് ആണ്, ലീനിയർ വിഡ്ത്തും ആംഗുലാർ വിഡ്ത്തും. ദെൻ ജസ്റ്റ് ഒരു സമ്മറി എന്നേ ഉള്ളൂ. So that's all about diffraction. Hope you understand. Thank you.